പ്രവാസ ലോകത്തെ വാർത്തകൾ. ചൈനയ്ക്ക് മുന്നറിയിപ്പുമായി ട്രംപ്. നവംബർ 1-നകം വ്യാപാര കരാർ അന്തിമമാക്കിയില്ലെങ്കിൽ 155% തീരുവ ചുമത്തുമെന്ന് ഭീഷണി. ഈ മാസം അവസാനം ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യാപാര കരാറിലെത്തിയില്ലെങ്കിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതേസമയം ന്യായമായ കരാർ നടപ്പിലാക്കുമെന്ന ശുഭാപ്തി വിശ്വാസം ട്രംപ് പ്രകടിപ്പിച്ചു. പല രാജ്യങ്ങളും അമേരിക്കയെ മുതലെടുത്തു. ഇനി ഇത് നടപ്പിലാകില്ല. അമേരിക്കയുമായി വ്യാപാര കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ നവംബർ 1 മുതൽ 150% തീരുവ നൽകുമെന്നും ട്രംപ് പറഞ്ഞു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ട്രംപിന്റെ പ്രസ്താവന. നിലവിലുള്ള താരിഫുകൾ ചൈന വളരെ മാന്യമായി പെരുമാറിയിട്ടുണ്ടെന്നും ഇതിനകം തന്നെ വലിയ തുകകൾ നൽകാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മാസം അവസാനം ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിക്കിടെ ദക്ഷിണ കൊറിയയിൽ ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച സാധ്യതകൾ അദ്ദേഹം വെളിപ്പെടുത്തി. ശക്തമായ US ചൈന ബന്ധം നിലനിർത്തുന്നതിന് ചർച്ചകൾ നിർണായകമാണെന്ന് ട്രംപ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എല്ലാ H1B അപേക്ഷകരും ഉയർന്ന ഫീസ് നൽകേണ്ടതില്ല. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായ പ്രഖ്യാപനം. ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ച $1 പുതിയ H1B വിസ ഫീസ് സംബന്ധിച്ച് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് വ്യക്തത വരുത്തി. എല്ലാ അപേക്ഷകൾക്കും ഈ ഉയർന്ന ഫീസ് ബാധകമല്ല. നിലവിൽ അമേരിക്കയിൽ പഠിക്കുകയോ മറ്റ് സാധുവായ സ്റ്റാറ്റസുകളിലുള്ള വിദേശ ബിരുദധാരികൾക്ക് ഇത് ആശ്വാസകരമാണ്. വിദേശത്ത് നിന്ന് പുതിയ ജീവനക്കാരെ കൊണ്ടുവരുന്നുള്ള ചെലവ് കുത്തനെ ഉയർന്നതാണ് H1B വിസ ഫീസ് ഉയർത്തിയ നടപടി. പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം US-ന് പുറത്തുനിന്ന് അപേക്ഷിക്കുന്ന പുതിയ H1B വിസ അപേക്ഷകർക്ക് മാത്രമേ ഈ അധിക ഫീസ് ബാധകമാകൂ. 2025 സെപ്റ്റംബർ 20-ന് ശേഷമുള്ള അപേക്ഷകൾക്കാണ് ഇത് ബാധകമാകുക. നിലവിൽ US-ൽ വിദ്യാർത്ഥി വിസയിലുള്ളവർ H1B വിസ സ്റ്റാറ്റസിലേക്ക് മാറുമ്പോൾ അല്ലെങ്കിൽ നിലവിലെ H1B വിസ തൊഴിലാളികൾ വിസയുടെ കാലാവധി നീട്ടുന്നതിനോ ഭേദഗതി വരുത്തുന്നതിനോ അപേക്ഷിക്കുമ്പോൾ ഈ അധിക ഫീസ് നൽകേണ്ടതില്ല. സാധുവായ H1B വിസ ഉള്ളവർക്ക് അവരുടെ അപേക്ഷാ ഫീസ് പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് ഫയൽ ചെയ്തതാണെങ്കിൽ രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യാനും തിരികെ പ്രവേശിക്കാനും പുതിയ ഫീസ് ബാധകമല്ല. കൂടാതെ അമേരിക്കൻ സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയവർക്ക് രാജ്യത്ത് തുടരുന്നതിനും തൊഴിൽ നേടുന്നതിനും പുതിയ ഫീസ് തടസ്സമാകില്ല എന്നത് ആശ്വാസകരമാണ്. അതേസമയം ഫീസ് വർധനവിനെതിരെ US ചേംബർ ഓഫ് കൊമേഴ്സ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദിയിൽ 10ഓളം റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. നീക്കം തൊഴിൽ നിയമം ലംഘിച്ചതിനെ തുടർന്ന്. സൗദിയിലെ 37 സ്ഥാപനങ്ങളിലാണ് തൊഴിൽ നിയമ ലംഘന ക്രമക്കേടുകൾ കണ്ടെത്തിയത്. ഇതിൽ ഗുരുതര വീഴ്ച വരുത്തിയ 10 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഭരണകൂടം. 27 സ്ഥാപനങ്ങൾക്ക് ക്രമക്കേടുകൾ പരിഹരിക്കാൻ സാവകാശം നൽകിയിട്ടുണ്ട്. ലേബർ സേവനങ്ങളിൽ കമ്പനികൾ ഗുരുതര വീഴ്ച വരുത്തിയതായാണ് റിപ്പോർട്ട്. സേവനം മുടങ്ങിയവർക്ക് പണം തിരികെ നൽകണമെന്ന വ്യവസ്ഥയും കമ്പനികൾ പാലിച്ചിട്ടില്ല. സേവനം ഉപയോഗിച്ചവരുടെ പരാതികൾ പരിഹരിക്കാനും സ്ഥാപനങ്ങൾ തയ്യാറായില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ലേബർ സേവനങ്ങൾ ആവശ്യമുള്ളവർ സർക്കാരിന്റെ ഔദ്യോഗിക കേന്ദ്രമായ മുസാനദ് ഉപയോഗിക്കണമെന്ന് തൊഴിൽ മന്ത്രാലയം നിർദ്ദേശിച്ചു. നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ മുസാനദ് ആപ്ലിക്കേഷനിലൂടെ അറിയിക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.